ഓം ശാന്തി. 12/7/24 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് പ്രഭു കുമാരനിൽ നിന്നും രാജകുമാരൻ ആകേണ്ടതുണ്ട്. അതിനാൽ ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെ വികർമ്മങ്ങളെ ഭസ്മമാക്കൂ. ചോദ്യം: ഏതൊരു വിധിയിലൂടെ നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും അകന്നു പോകുന്നു? ഉത്തരം: എപ്പോഴാണോ നിങ്ങൾ തൻ്റെ ദൃഷ്ടി ബാബയുടെ ദൃഷ്ടിയുമായി യോജിപ്പിക്കുന്നത്, അപ്പോൾ ദൃഷ്ടി ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും അകന്നു പോകുന്നു. കാരണം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ പാപവും ഇല്ലാതാകുന്നു. ഇതുതന്നെയാണ് നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര. നിങ്ങൾ ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് ബാബയെ ഓർമ്മിക്കുന്നു. അതിലൂടെ ആത്മാവ് സതോപ്രധാനമാകുന്നു. നിങ്ങൾ സുഖധാമത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഓം ശാന്തി. ശിവഭഗവാനുവാച: സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൂ. ബാബ പറയുന്നു, ശിവഭഗവാനുവാച എന്നാൽ അർത്ഥം ശിവ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൂ. കാരണം നിങ്ങൾ ഏവരും ബ്രദേഴ്സാണ്, ഒരേ ഒരു പിതാവിൻ്റെ കുട്ടികളാണ്. ഒരേ ഒരു പിതാവിൽ നിന്നും സമ്പത്ത് നേടേണ്ടതുണ്ട്. കൃത്യമായി 5000 വർഷം മുമ്പ് ബാബയിൽ നിന്നും സമ്പത്ത് നേടിയിരുന്നത് പോലെ. ആദി സനാതന ദേവീ ദേവതമാരുടെ രാജധാനിയിലായിരുന്നു. ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾക്ക് എങ്ങനെ സൂര്യവംശി, അതായത് വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും? തൻ്റെ പിതാവായ എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ എല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഒന്ന് തന്നെയാണ്. ആ സത്യമായ പ്രഭുവിൻ്റെ കുട്ടികൾ പ്രഭു കുമാരന്മാരാണ്. ഇത് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് ബുദ്ധിയുടെ യോഗം യോജിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപമെല്ലാം ഇല്ലാതാകും. എല്ലാ ദുഃഖവും അകന്നു പോകും. ബാബയുമായി എപ്പോഴാണോ നമ്മുടെ കണ്ണുകൾ യോജിക്കുന്നത്, അപ്പോൾ എല്ലാ ദുഃഖവും അകന്നു പോകുന്നു. കണ്ണുകൾ യോജിപ്പിക്കുന്നതിൻ്റെയും അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് ഓർമ്മയുടെ യാത്ര. ഇതിനെ യോഗ അഗ്നി എന്നും പറയുന്നു. ഈ യോഗ അഗ്നിയിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഏതെല്ലാമാണോ അത് ഭസ്മമാകും. ഇത് ദുഃഖധാമം തന്നെയാണ്. എല്ലാവരും നരകവാസിയാണ്. നിങ്ങൾ വളരെയധികം പാപം ചെയ്തിട്ടുണ്ട്. ഇതിനെ പറയുന്നത് രാവണരാജ്യം എന്നാണ്. സത്യയുഗത്തെ പറയുന്നത് രാമരാജ്യം എന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. എത്ര വലിയ സഭ ഇരിക്കുകയാണെങ്കിലും പ്രഭാഷണം നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഭഗവാനുവാച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശിവഭഗവാനുവാച. നമ്മളെല്ലാ ആത്മാക്കളും ആ ഒന്നിൻ്റെ സന്താനമാണ്, ബ്രദേഴ്സാണ്. പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഇത്രയും സന്താനം ഉണ്ടായിരുന്നു എന്ന് പറയില്ല. ഇത്രയും റാണിമാരെ ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ സ്വയംവരം എപ്പോഴാണോ നടക്കുന്നത്, അപ്പോൾ പേര് തന്നെ മാറുന്നു. ലക്ഷ്മി നാരായണന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയും. രാധാകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ ആകുന്നത്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ഡിനൈസ്റ്റി തുടരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ മാത്രം ഓർമ്മിക്കേണ്ടതുണ്ട്. ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ പാപവും ഇല്ലാതാകും. സതോപ്രധാനമായി സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിൽ ഒരു ദുഃഖവും ഉണ്ടായിരിക്കില്ല. നരകത്തിൽ അളവറ്റ ദുഃഖമാണ്. സുഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. ഇങ്ങനെ യുക്തിയോടെ പറഞ്ഞു കൊടുക്കണം. ശിവഭഗവാനുവാച. ഹേ കുട്ടികളെ, ഈ സമയത്ത് നിങ്ങൾ ആത്മാക്കൾ പതീതമാണ്. ഇപ്പോൾ എങ്ങനെ പാവനമാകും? എന്നെ വിളിച്ചത് തന്നെ ഹേ പതീത പാവന വരൂ എന്നാണ്. പാവനമായവർ ഉള്ളത് തന്നെ സത്യയുഗത്തിലാണ്. പതീതമായവർ ഉള്ളത് കലിയുഗത്തിലാണ്.
കലിയുഗത്തിന് ശേഷം വീണ്ടും സത്യയുഗം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും നടക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണ്. നമ്മൾ ബ്രാഹ്മണർ കുടുംബിയാണ്. വിരാട രൂപവുമുണ്ടല്ലോ. ആദ്യം തീർച്ചയായും ബ്രാഹ്മണനാകേണ്ടി വരും. ബ്രഹ്മാവും ബ്രാഹ്മണനാണ്. ദേവതമാരുള്ളത് തന്നെ സത്യയുഗത്തിലാണ്. സത്യയുഗത്തിൽ സദാ സുഖമുണ്ട്. ദുഃഖത്തിൻ്റെ പേരേയില്ല. കലിയുഗത്തിൽ അപരം അപാര ദുഃഖമാണ്. എല്ലാവരും ദുഃഖിതരാണ്. ദുഃഖമില്ലാത്ത ആരും ഉണ്ടായിരിക്കില്ല. ഇത് രാവണ രാജ്യമാണ്. ഈ രാവണൻ ഭാരതത്തിൻ്റെ നമ്പർ 1 ശത്രുവാണ്. ഓരോരുത്തരിലും 5 വികാരമുണ്ട്. സത്യയുഗത്തിൽ ഒരു വികാരവും ഉണ്ടായിരിക്കുന്നില്ല. അത് പവിത്ര ഗൃഹസ്ഥ ധർമ്മമാണ്. ഇപ്പോഴാണെങ്കിൽ ദുഃഖത്തിൻ്റെ പർവ്വതം വീണിരിക്കുകയാണ്. ഇനി കൂടുതൽ വീഴുകയും ചെയ്യും. ഇത്രയും ബോംബുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയല്ല, വളരെയധികം റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിഹേഴ്സൽ ഉണ്ടാകും, പിന്നീട് ഫൈനൽ ഉണ്ടാകും. ഇപ്പോൾ സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഡ്രാമ അതിൻ്റേതായ സമയത്ത് പൂർത്തിയാകുമല്ലോ. ആദ്യം ശിവ് ബാബയുടെ ജ്ഞാനം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും പ്രഭാഷണം ആരംഭിക്കുമ്പോൾ എല്ലായ്പ്പോഴും ആദ്യം പറയണം ശിവായ നമ. കാരണം ശിവ് ബാബയുടെ മഹിമ ഏതൊന്നാണോ അത് മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. ശിവജയന്തി തന്നെയാണ് വജ്രതുല്യം. ശ്രീകൃഷ്ണൻ്റെ ചരിത്രവും മറ്റുമൊന്നുമില്ല. സത്യയുഗത്തിൽ ചെറിയ കുട്ടികൾ പോലും സതോപ്രധാനം തന്നെയായിരിക്കും. കുട്ടികളിൽ ചഞ്ചലതയും മറ്റും ഉണ്ടായിരിക്കുകയില്ല. ശ്രീകൃഷ്ണനെക്കുറിച്ച് വെണ്ണ കഴിക്കുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു എന്ന് കാണിക്കുന്നു. ഇത് മഹിമയ്ക്ക് പകരം കൂടുതൽ ഗ്ലാനി ചെയ്യുന്നതാണ്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് എത്ര സന്തോഷത്തോടെ വന്ന് പറയുന്നു. നിന്നിലുമുണ്ട് എന്നിലുമുണ്ട് എന്നെല്ലാം. ഇത് വളരെ വലിയ ഗ്ലാനിയാണ്. എന്നാൽ തമോ പ്രധാന മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം ബാബയുടെ പരിചയം നൽകണം. അത് നിരാകാരനായ പിതാവാണ്. ആ ഒന്നിൻ്റെ നാമം തന്നെ മംഗളകാരി ശിവൻ എന്നാണ്. സർവരുടെയും സദ്ഗതി ദാതാവാണ്. ആ നിരാകാരനായ ബാബ സുഖത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. ഇപ്പോൾ ഇത്രയും ദുഃഖമുണ്ടായത് എന്തുകൊണ്ട്? കാരണം രാവണ രാജ്യമാണ്. രാവണനാണ് എല്ലാവരുടെയും ശത്രു. അതിനെ കൊല്ലുകയും ചെയ്യുന്നു, പക്ഷേ മരിക്കുന്നില്ല. ഇവിടെ ഒരു ദുഃഖമല്ല, അപരം അപാര ദുഃഖമാണ്. സത്യയുഗത്തിൽ അപരം അപാര സുഖമാണ്. 5000 വർഷം മുമ്പ് പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളായിരുന്നു. ഈ സമ്പത്ത് ബാബയിൽ നിന്നും നേടുകയും ചെയ്തിരുന്നു. ശിവ് ബാബ തീർച്ചയായും വരുന്നു. വന്ന് ചിലത് ചെയ്യുമല്ലോ. ആക്യുറേറ്റായി ചെയ്യുന്നു. അതിനാലാണ് മഹിമ പാടപ്പെടുന്നത്. ശിവരാത്രി എന്നും പറയുന്നു. പിന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ രാത്രി. ഇപ്പോൾ ശിവരാത്രിയെക്കുറിച്ചും ശ്രീകൃഷ്ണൻ്റെ രാത്രിയെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശിവൻ വരുന്നത് തന്നെ പരിധിയില്ലാത്ത രാത്രിയിലാണ്. ശ്രീകൃഷ്ണൻ്റെ ജന്മം അമൃതവേളയിലാണ് ഉണ്ടാകുന്നത്, രാത്രിയിലല്ല. ശിവൻ്റേത് രാത്രിയിൽ ആഘോഷിക്കുന്നു. എന്നാൽ അതിൻ്റെ ഏതെങ്കിലും തിഥിയോ തീയതിയോ ഇല്ല. ശ്രീകൃഷ്ണൻ്റെ ജന്മമുണ്ടാകുന്നത് അമൃതവേളയിലാണ്. അമൃതവേള ഏറ്റവും ശുഭമുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നു. ലോകർ ശ്രീകൃഷ്ണൻ്റെ ജന്മം 12 മണിക്ക് ആഘോഷിക്കുന്നു. എന്നാൽ അത് പ്രഭാതമായില്ല. പ്രഭാതം എന്ന് രാവിലെ 2-3 മണിയെയാണ് പറയുന്നത്. സ്മരിക്കാൻ സാധിക്കുന്ന സമയത്ത് 12 മണിക്ക് വികാരത്തിൽ നിന്നും എഴുന്നേറ്റ് ആരെങ്കിലും ഭഗവാന്റെ പേര് പോലും പറയുന്നുണ്ടാകില്ല, ഒരിക്കലുമില്ല. അമൃതവേള എന്ന് 12 മണിയെ അല്ല പറയുന്നത്. ആ സമയത്ത് മനുഷ്യർ പതിതവും മലിനവുമാണ്. വായുമണ്ഡലമേ മുഴുവനും മോശമാണ്. 2:30 മണിക്ക് ആരും എഴുന്നേൽക്കാറേയില്ല. 3-4 മണിയുടെ സമയമാണ് അമൃതവേള.
ആ സമയത്ത് എഴുന്നേറ്റ് മനുഷ്യർ ഭക്തി ചെയ്യുന്നു. ഈ സമയം മനുഷ്യർ ഉണ്ടാക്കിയതാണ്. ഇത് സമയമൊന്നുമല്ല, അതായത് കൃഷ്ണൻ്റെ വേളയല്ല എന്നർത്ഥം. നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ്റെ വേള കണ്ടെത്താൻ സാധിക്കും. ശിവൻ്റെ വേള ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. ഇത് സ്വയമേ തന്നെ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യം മഹിമ പറഞ്ഞു കൊടുക്കേണ്ടത് ശിവബാബയുടേതാണ്. ഗീതം അവസാനമല്ല, ആദ്യം വെക്കണം. ശിവബാബ ഏറ്റവും മധുരമായ ബാബയാണ്. ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഈ ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യത്തെ പ്രിൻസായിരുന്നു. അവിടെ അപരമപാര സുഖമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സ്വർഗത്തിൻ്റെ മഹിമ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മരിക്കുന്നുവെങ്കിൽ പറയും, ഇന്നയാൾ സ്വർഗത്തിൽ പോയി. ഇപ്പോഴാണെങ്കിൽ നരകമാണ്. സ്വർഗമായിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ പുനർജന്മം എടുക്കാൻ സാധിച്ചേനെ. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമുക്ക് ഇത്രയും വർഷത്തെ അനുഭവമുണ്ട്. അത് കേവലം 15 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇതിന് സമയം ആവശ്യമാണ്. ആദ്യം 1 സെക്കൻഡിൻ്റെ കാര്യം കേൾപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ആ ഒന്നിൻ്റെ പരിചയം നൽകുന്നു. ആ ഒന്ന് നമ്മളെല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. നമ്മൾ ബീക്കേഴ്സ് എല്ലാം ശിവബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളേവരും സഹോദരന്മാരാണ്. ഞാൻ നിങ്ങളുടെ പിതാവാണ്. ഞാൻ 5000 വർഷം മുമ്പും വന്നിരുന്നു. അതിനാലാണ് ശിവജയന്തി ആഘോഷിക്കുന്നത്. സ്വർഗത്തിൽ ഒന്നും ആഘോഷിക്കപ്പെടുന്നില്ല. ശിവജയന്തി നടക്കുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ അതിൻ്റെ സ്മാരകം ആഘോഷിക്കപ്പെടുന്നു. ഈ ഗീത എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ബ്രഹ്മാവിലൂടെ, പഴയ ലോകത്തിൻ്റെ വിനാശം ശങ്കറിലൂടെ. ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വായുമണ്ഡലം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പതീത ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകണം. അതിനാൽ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. അളവറ്റ ദുഃഖമാണ്. യുദ്ധം, മൃത്യു, വൈധവ്യം, ആത്മഹത്യ ചെയ്യുന്നത്. സത്യയുഗത്തിലാണെങ്കിൽ അപാര സുഖങ്ങളുടെ രാജ്യമായിരുന്നു. ഈ എയിം ഒബ്ജക്റ്റിൻ്റെ ചിത്രം തീർച്ചയായും അവിടെ കൊണ്ടുപോകണം. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. 5000 വർഷത്തിൻ്റെ കാര്യം കേൾപ്പിക്കുന്നു. ഇവർ എങ്ങനെയാണ് ഈ ജന്മം നേടിയത്? ഇതാകാൻ തക്കവണ്ണം ഏതൊരു കർമ്മമാണ് ചെയ്തത്? കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതി ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. സത്യയുഗത്തിലെ കർമ്മം അകർമ്മമാകുന്നു. ഇവിടെയാണെങ്കിൽ രാവണ രാജ്യം ആയത് കാരണം കർമ്മം വികർമ്മമാകുന്നു. അതിനാൽ ഇതിനെ പാപാത്മാക്കളുടെ ലോകം എന്ന് പറയുന്നു. കൊടുക്കൽ വാങ്ങലും പാപാത്മാക്കളുമായി തന്നെയാണുള്ളത്. ഉദരത്തിലെ കുട്ടി ഉണ്ടായിരിക്കുമ്പോൾ വിവാഹ നിശ്ചയം നടത്തുന്നു. എത്ര ക്രിമിനൽ ദൃഷ്ടിയാണ് ഇവിടെ ഉള്ളത്! ക്രിമിനൽ ഐസ്ഡ് ആണ്. സത്യയുഗത്തെ പറയുന്നത് സിവിൽ ഐസ്ഡ് എന്നാണ്. ഇവിടെ കണ്ണുകൾ വളരെയധികം പാപം ചെയ്യുന്നു. അവിടെ ഒരു പാപവും ചെയ്യുന്നില്ല. സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. ഇത് അറിയേണ്ടത് ആവശ്യമാണല്ലോ. ദുഃഖധാമമെന്നും സുഖധാമമെന്നും എന്തുകൊണ്ട് പറയുന്നു? മുഴുവൻ ആധാരവും പതീതവും പാവനവും ആകുന്നതിൻ്റെ മേലാണ്. അതിനാൽ ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിനെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. പകുതി കൽപ്പം പവിത്ര ലോകമായിരുന്നു. അതിൽ ശ്രേഷ്ഠ ദേവതമാരുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭ്രഷ്ടാചാരിയാണ്. ഒരു ഭാഗത്ത് പറയുകയും ചെയ്യുന്നു, ഇത് ഭ്രഷ്ടാചാരി ലോകമാണ്. പിന്നെ എല്ലാവരെയും ശ്രീ ശ്രീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നോ അത് പറയുന്നു. ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകും. നിങ്ങൾ സദോ പ്രധാനമായി മാറും. സുഖധാമത്തിൻ്റെ അധികാരിയാകും. ഇപ്പോൾ ദുഃഖം തന്നെയാണ്. ലോകർ എത്ര കോൺഫറൻസ് നടത്തിയാലും സംഘടന ഉണ്ടാക്കിയാലും ഇതിലൂടെ ഒന്നും നടക്കാൻ പോകുന്നില്ല.
ഏണിപ്പടി താഴെ ഇറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ബാബ തൻ്റെ കാര്യം തൻ്റെ കുട്ടികളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിളിച്ചു, പതീത പാവന വരൂ. അപ്പോൾ ഞാൻ സമയമായപ്പോൾ വന്നിരിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ. ഇതിൻ്റെ അർത്ഥവും അറിയുന്നില്ല. വിളിക്കുന്നു, അപ്പോൾ തീർച്ചയായും സ്വയം പതീതമാണ്. ബാബ പറയുന്നു, രാവണൻ നിങ്ങളെ പതീതമാക്കി. ഇപ്പോൾ ഞാൻ പാവനമാക്കാൻ വന്നിരിക്കുന്നു. അത് പാവന ലോകമായിരുന്നു, ഇപ്പോൾ പതീത ലോകമാണ്. 5 വികാരങ്ങൾ എല്ലാവരിലുമുണ്ട്. അപരം അപാര ദുഃഖമാണ്. എല്ലാ ഭാഗത്തും അശാന്തി തന്നെ അശാന്തിയാണ്. എപ്പോഴാണോ നിങ്ങൾ തീർത്തും തമോ പ്രധാനവും പാപാത്മാവുമായി മാറുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. ആരാണോ എന്നെ സർവവ്യാപി എന്ന് പറഞ്ഞ് എൻ്റെ അപകാരം ചെയ്യുന്നത്, അങ്ങനെയുള്ളവരിലും ഞാൻ ഉപകാരം ചെയ്യാൻ വരുന്നു. എനിക്ക് നിങ്ങൾ ക്ഷണം നൽകുന്നു. ഈ പതീത രാവണൻ്റെ ലോകത്തിൽ വരൂ, പതീത ശരീരത്തിൽ വരൂ. എനിക്കും രഥം ആവശ്യമാണല്ലോ. പാവന രഥം അല്ല വേണ്ടത്. രാവണ രാജ്യത്തിൽ പതീതം തന്നെയാണ്, പാവനമായ ആരുമില്ല. എല്ലാവരും വികാരത്തിലൂടെ തന്നെയാണ് ജനിക്കുന്നത്. ഇത് വിഷ്യസ് വേൾഡാണ്, അത് വൈസ്ലെസ് വേൾഡാണ്. ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം എങ്ങനെയാകും? പതീത പാവനൻ ഞാൻ തന്നെയാകുന്നു. എന്നോട് യോഗം യോജിപ്പിക്കൂ. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം ഇതാണ്. വരുന്നതും തീർച്ചയായും ഗൃഹസ്ഥ മാർഗത്തിലായിരിക്കും. എത്ര വണ്ടർഫുൾ രീതിയിലാണ് വരുന്നത്. ഇത് പിതാവുമാണ്, അപ്പോൾ മാതാവുമാണ്. കാരണം അമൃത വരുന്നതിനു വേണ്ടി ഗൗമുഖം ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് മാതാപിതാവാണ്. പിന്നെ മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി സരസ്വതിയെ ഹെഡാക്കി വച്ചിരിക്കുന്നു. ആ ഒന്നിനെ പറയുന്നത് ജഗദംബ എന്നാണ്. കാളി മാത എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കറുത്ത ശരീരമുണ്ടായിരിക്കുമോ? ശ്രീകൃഷ്ണനെയും കറുപ്പാക്കിയിരിക്കുന്നു. കാരണം കാമചിതയിൽ കയറി കറുത്തുപോയി. ശ്രീകൃഷ്ണൻ തന്നെയാണ് കറുപ്പിൽ നിന്നും പിന്നെ വെളുപ്പാകുന്നത്. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനായി ടൈം വേണം. കോടിയിൽ ചിലരും, ആ ചിലരിലും ചിലരുടെ ബുദ്ധിയിലേ ഇരിക്കുന്നുണ്ടാവുകൂ. കാരണം എല്ലാവരിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യം സഭയിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. കാരണം ആർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള അവസരം എടുക്കേണ്ടതാണ്. ഒഫീഷ്യൽ സഭയിൽ ആരും ഇടയിൽ വെച്ച് ചോദ്യങ്ങളോ മറ്റോ ചോദിക്കുന്നില്ല. കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ ശാന്തമായി പോയിക്കൊള്ളൂ, ശബ്ദമുണ്ടാക്കരുത്. ഇങ്ങനെയെല്ലാം ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇപ്പോഴാണെങ്കിൽ അപാര ദുഃഖമാണ്. ദുഃഖത്തിൻ്റെ പർവ്വതം വീഴാൻ പോകുന്നു. നമ്മൾ പിതാവിനെയും രചനയെയും അറിയുന്നു. നിങ്ങളാണെങ്കിൽ ആരുടെയും ഓക്കുപേഷനെ അറിയുന്നില്ല. ബാബ ഭാരതത്തെ പാരഡൈസ് എപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നു, ഇത് നിങ്ങൾ അറിയുന്നില്ല. വരികയാണെങ്കിൽ മനസ്സിലാക്കിച്ചു തരാം. 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു? 7 ദിവസത്തെ കോഴ്സ് എടുക്കൂ. എങ്കിൽ നിങ്ങളെ 21 ജന്മത്തേക്ക് പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവാക്കി മാറ്റും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗുഹ്യഗതി ബാബ ഏതൊന്നാണോ മനസ്സിലാക്കിച്ചു തന്നത്, അത് ബുദ്ധിയിൽ വച്ച് പാപാത്മാക്കളോട് ഇപ്പോൾ കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. ശ്രീമത്ത് അനുസരിച്ച് തൻ്റെ ബുദ്ധിയോഗം ഒരു ബാബയോട് യോജിപ്പിക്കണം. സദോപ്രധാനം ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ദുഃഖധാമത്തെ സുഖധാമം ആക്കുന്നതിനായി പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ക്രിമിനൽ ദൃഷ്ടിയെ മാറ്റണം. വരദാനം: നോളജ്ഫുൾ ആയി സർവ വ്യർത്ഥ ചോദ്യങ്ങളെയും യജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്ന നിർവിഘ്നരായി ഭവിക്കട്ടെ. ഏതെങ്കിലും വിഘ്നം വരുമ്പോൾ എന്തുകൊണ്ട് എന്ന അനേകം ചോദ്യങ്ങളിലേക്ക് പോകുന്നു. പ്രശ്നചിത്തരാവുക എന്നാൽ വിഷമിക്കുക എന്നർത്ഥം.
നോളജ്ഫുള്ളായി യജ്ഞത്തിൽ സർവ വ്യർത്ഥ ചോദ്യങ്ങളെയും സ്വാഹ ചെയ്യൂ. അപ്പോൾ താങ്കളുടെയും സമയം സേവാകും, മറ്റുള്ളവരുടെയും സമയം ലാഭിക്കും. ഇതിലൂടെ സഹജമായി തന്നെ നിർവിഘ്നമായി മാറും. നിശ്ചയവും വിജയവും ജന്മസിദ്ധ അധികാരമാണ്. ഈ അന്തസ്സിലിരിക്കൂ, അപ്പോൾ ഒരിക്കലും വിഷമിക്കുകയില്ല. സ്ലോഗൻ: സദാ ഉത്സാഹത്തിൽ ഇരിക്കുക, മറ്റുള്ളവരിൽ ഉത്സാഹം വരുത്തുക. ഇതുതന്നെയാണ് താങ്കളുടെ ഓക്യുപ്പേഷൻ. ഓം ശാന്തി. ദേഹമാകുന്ന രഥത്തിൻ്റെ സാരഥിയായി മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സും ബുദ്ധിയും സ്ഥിരമാക്കി ആത്മാഭിമാനി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദേഹത്തിൽ നിന്നും വേറിട്ടും ഒരു ബാബയോട് മാത്രം പ്രിയവുമായിരിക്കുന്ന ഈ സ്ഥിതിയുടെ അലൗകിക അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ സാഗരമായ ബാബയുടെ സമീപത്തേക്ക് ഒരു സെക്കൻഡിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ മധുരമായ സാമീപ്യത്തിൽ ബാബയുടെ പരമ പവിത്ര പ്രകാശ വലയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സമ്പൂർണ്ണ പവിത്രമായ അനാദി സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. ബാബയിലൂടെ ജന്മസിദ്ധ അധികാരമായി ലഭിച്ച പവിത്രതയുടെ വിശേഷ പ്രാപ്തി എന്നെ ആദികാലത്തിലും പവിത്രതയുടെ റോയൽറ്റി സ്വരൂപം അതിപ്രിയപ്പെട്ടതും മഹാനുമായ ദേവതാ സ്വരൂപം പ്രാപ്തമാക്കിച്ചു. മധ്യകാലത്തിൽ പൂജ്യ സ്വരൂപം പ്രാപ്തമാക്കിച്ചു. അന്തിമ കാലത്തിൽ പരമാത്മാ പാലനയുടെയും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ പഠനത്തിൻ്റെയും ശ്രേഷ്ഠ ഭാഗ്യം ബാബ നേടിത്തന്നു. പവിത്രതയുടെ ഈ സർവശ്രേഷ്ഠ ഖജനാവിനാൽ സമ്പന്നമായി പവിത്രതയുടെ പ്രകാശം പരത്തുന്ന വിശേഷ രത്നമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു.